ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം 7 പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മുംബൈ CSMTയിൽ നിൽക്കുന്നത്. നമ്മളിവിടെ ഒരു ചെറിയ ലോക്കൽ ട്രെയിൻ യാത്രയാണ് പോകുന്നത്. നമ്മളിവിടെ നേരെ ഹാർബർ ലൈൻ വഴി തിലക് നഗറിലേക്കാണ് പോകുന്നത്. സ്റ്റേഷനിലോട്ട് പോകാം. അപ്പോൾ നമുക്കിന്ന് സ്റ്റേഷനുള്ളിലേക്ക് പോകാം കേട്ടോ. അതാണ് CSMT സ്റ്റേഷൻ. ഈ സബ്വേ കടന്ന് വേണം അപ്പുറത്തോട്ട് പോകാൻ. അപ്പുറത്താണ് നമ്മുടെ സ്റ്റേഷൻ. അപ്പോൾ അണ്ടർപാസ് കടന്ന് ഞാൻ അറ്റത്തെത്തി. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കണം. നേരെ കയറരുത്. നേരെ കയറിയ പ്ലാറ്റ്ഫോമാണ്. അവിടെ വെച്ച് TT പൊക്കി കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ റൈറ്റ് എടുത്തിട്ട് ഈ ഷെൽട്ടറിനകത്ത് വന്നിട്ട് ഇവിടെ ലെഫ്റ്റ് എടുക്കുക. ഇത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഈ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഒരു ഹെവൻലി ബിൽഡിംഗ് ആണ്. ലൈറ്റിംഗ് ഒക്കെ ചെയ്തതിൻ്റെ ഭംഗി കണ്ടോ. വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമുക്ക് ഇവിടെ ഒരു കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോവാം. എനിക്ക് വേണ്ടത് തിലക് നഗറിലേക്കാണ് ടിക്കറ്റ്. ഫസ്റ്റ് ക്ലാസ്സിന് എടുക്കാം. സെക്കൻഡ് ക്ലാസ് വേണ്ട, ഫസ്റ്റ് ക്ലാസ്സിന് പോകാം. നമുക്ക് 60 രൂപയാണ് ഫസ്റ്റ് ക്ലാസ്സിന്. നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കാം. ഇനി വേണം പ്ലാറ്റ്ഫോമിൽ കയറാൻ. ഇതുവരെ പ്ലാറ്റ്ഫോമിൽ കയറരുത്. ഇതിന് മുമ്പ് പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റി വളരെ കെയർഫുൾ ആയിരിക്കാം. ഇത് ടിക്കറ്റഡ് ഏരിയ ആണ്. ഇതും അടിപൊളിയാണ് കാണാൻ. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഒരു വിഷ്വൽ ഒരിക്കൽ രാവിലെ 4 മണിക്ക് ഇട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് ഈ സ്ഥലം. അടിപൊളിയല്ലേ? ഇത് പഴയ ബ്രിട്ടീഷ് ആർക്കിടെക്ചറാണ്. നമുക്ക് പോകുന്ന ട്രെയിനൊന്നുമില്ല. നമുക്ക് പോകാൻ ഇനിയിപ്പോൾ ബേലാപ്പൂരോ അല്ലെങ്കിൽ വാഷിയോ പൻവേലോ എല്ലാം പോകുന്നൊരു ട്രെയിൻ വരണം. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഗോരേഗാവ് ലോക്കലാണ്. പിന്നെ വരുന്നത് ബാന്ദ്ര ലോക്കലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രെയിൻ വരുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നിൽക്കുക അത്ര നേരം. ഈ 1 അല്ലെങ്കിൽ 2 മാത്രമേ നമ്മുടെ ട്രെയിൻ വരും. നമുക്ക് വേണ്ട ഹാർബർ ലൈൻ ട്രെയിനാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ഒരു ബേലാപ്പൂർ ലോക്കൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1225 BR എന്ന് പറയുന്നത് ബേലാപ്പൂരാണ്. ഇപ്പോൾ പറയുന്നത് 1221 B ഫോർ ബാന്ദ്ര. കുറച്ച് മുന്നോട്ട് കയറി നിൽക്കാം. ഫസ്റ്റ് ക്ലാസ് വരുന്ന സ്ഥലം നോക്കി നിൽക്കാം. ബാഗിന് നല്ല വെയിറ്റുള്ളതിന് എനിക്ക് ബാഗ് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ തലവേദന. നല്ല വെയിറ്റ് ഉണ്ട് ബാഗിന്. കാര്യം വീട്ടിലുള്ള കുറേ സാധനങ്ങൾ മേടിച്ചായിരുന്നു. ഞാൻ കഴിക്കാനുള്ള സാധനങ്ങളെ അതും കുറേ മേടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയായിട്ട് നിൽക്കാം. ഇവിടെ ഫസ്റ്റ് ക്ലാസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയായിട്ട് നമുക്ക് നിൽക്കാം. ഇവിടെ ആംബുഷ് ചെക്കിങ് ആണെന്ന് തോന്നുന്നു. ഈ നിൽക്കുന്ന വെള്ള ഷർട്ടുകാരൊക്കെ TTമാരാണ്. ടിക്കറ്റ് ചെക്കേഴ്സാണ്. ഓരോ ട്രെയിൻ വരുന്ന ഓരോ യാത്രക്കാരും പിടിച്ച് പുള്ളി ടിക്കറ്റ് നോക്കുന്നുണ്ട്. അപ്പുറത്തെ ടിക്കറ്റ് ചെക്ക് CTA ഓഫീസാണ്. ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ ഓഫീസാണ്. അതിനകത്ത് കുറേ പേര് വിതൗട്ട് ടിക്കറ്റ് പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് എതിരെ കേസെടുത്ത് കോടതി കൊണ്ടുപോകുക. അപ്പോൾ ഇതൊക്കെയാണ്. ഇന്ന് അവധി ദിവസമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കുറേ ടിക്കറ്റ്ലെസ് കിട്ടും അവർക്ക്. നമുക്ക് പോകാനുള്ള ട്രെയിൻ കയറി വരുന്നുണ്ട്. അപ്പോൾ അത് TTമാരൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് 4 പേര് ഫസ്റ്റ് ക്ലാസ്സിന് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കാര്യം ഫസ്റ്റ് ക്ലാസ്സിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഇല്ലാത്ത ആൾക്കാരെ കിട്ടും. അപ്പോൾ അവന്മാരെ പിടിക്കാനുള്ള നിൽപ്പാണ്. കൽവ കാർ ഷെഡിൻ്റെ ലോക്കലാണ്. 12 കാർ EMU. ഒന്ന് അകത്തോട്ട് കയറുന്നേക്കാം. ഇല്ലെങ്കിൽ ആൾക്കാർ ഇപ്പോൾ ചാടി ഇറങ്ങും. നമുക്ക് പണി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് ഒരു ലോക്കൽ ട്രെയിൻ യാത്രയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് തിലക് നഗറിലേക്ക്. തിലക് നഗർ എന്ന് പറയുന്നത് ലോക്മാന്യ തിലക് ടെർമിനസിന് അടുത്തുള്ള സ്റ്റേഷനാണ്. തിലക് നഗറിൽ എന്നിട്ട് അവിടുന്ന് ലോക്മാന്യ തിലക് ടെർമിനസിലോട്ട് എങ്ങനെ പോകാം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മുംബൈ CSMTയിൽ നിന്ന് പുറപ്പെടുകയായി. വണ്ടി ഒന്ന് എടുത്തിട്ട് നിർത്തി. ആരെങ്കിലും ഓടി വരുന്നതെല്ലാം കണ്ടിട്ട് വരാൻ നിർത്തിയതായിരിക്കും. അപ്പോൾ വീണ്ടും വിട്ടു. അങ്ങനെ മുംബൈ CSMTയിൽ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങി. ഓപ്പോസിറ്റ് ലൈനിൽ അടുത്ത ട്രെയിൻ വന്നത് പൻവേലേക്കുള്ള ലോക്കലാണ്. ലഗേജ് എടുത്ത റാക്കിന് മുകളിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സമാധാനം. അതിൻ്റെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ചൂടും ലഗേജും. അങ്ങനെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്ന് പുറപ്പെട്ടു. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്നുള്ള പേരാണ് ലോങ് ഡിസ്റ്റൻസ് സ്റ്റേഷനും ലോക്കൽ സ്റ്റേഷനും എന്നുണ്ടെങ്കിലും രണ്ടും ടെക്നിക്കലി 2 സ്റ്റേഷനാണ്. രണ്ടിൻ്റെയും കോഡൊക്കെ സെയിമാണ്. പക്ഷേ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ടിക്കറ്റ് കൊണ്ട് സബർബൻ പ്ലാറ്റ്ഫോമിലും സബർബൻ ടിക്കറ്റ് കൊണ്ട് ലോങ് പ്ലാറ്റ്ഫോമിലും കയറാൻ പറ്റില്ല. രണ്ടിനും 2 സെപ്പറേറ്റ് ടിക്കറ്റുകൾ തന്നെ വേണം. ലോങ് ഡിസ്റ്റൻസ് പ്ലാറ്റ്ഫോമിൽ കയറാൻ നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. നമുക്കിവിടെ സബർബൻ ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും. ഇതിനകത്ത് ഈ എന്താ പറയുന്നത് കോച്ചിൻ്റെ വിൻഡോസിനൊക്കെ ഗ്രില്ലുള്ളതുകൊണ്ട് നമുക്ക് കോച്ചിലിരുന്നുകൊണ്ട് സീറ്റിലിരുന്നുകൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല.
നല്ല നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരം തിരിച്ച് സീറ്റിലോട്ട് പോകും. ഞാൻ ലോങ് ഡിസ്റ്റൻസ് ടെർമിനൽ നമുക്ക് കുറച്ച് നേരത്തെ നമ്മൾ ഇവിടെയായിരുന്നു പ്രഗതി എക്സ്പ്രസ്സിൽ വന്ന് ഇറങ്ങിയത്. ഇതായിരുന്നു ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. ഇതിനെ ചുറ്റിയായിരുന്നു പ്രഗതി എക്സ്പ്രസ് പോയത്. ഇത് നമ്മൾ കണ്ട ഐറ്റംസ് തന്നെയാണ്. 21941 WCAM3 ട്രിപ്പ് ഷെഡിലോട്ട് പോകുന്നു പണി കഴിഞ്ഞിട്ട്. അങ്ങേയറ്റത്ത് ലോങ് ഡിസ്റ്റൻസ് ടെർമിനസിൽ കുറേ ട്രെയിനുകൾ കിടക്കുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് സിഗ്നൽ ടെറിട്ടറി ആയതുകൊണ്ട് മുന്നിലത്തെ ട്രെയിനോട് സത്യം പറഞ്ഞാൽ വലിയ ഗ്യാപ്പില്ല. നമ്മളൊരു 3 മിനിറ്റ് ഗ്യാപ്പോടെ മുന്നിലത്തെ ട്രെയിനുമായിട്ട്. അപ്പോൾ ഈ 3 മിനിറ്റ് ഗ്യാപ്പിൽ പോകുന്നതുകൊണ്ട് അവൻ ക്ലിയർ ആവും. അവൻ്റെ സ്പീഡ് അനുസരിച്ച് വേണം നമ്മൾ സ്പീഡ് പിടിക്കാൻ. അവൻ സ്പീഡിൽ പോയാൽ നമുക്ക് സ്പീഡിൽ പോകാം, അവൻ പതുക്കെ പോയാൽ നമ്മളും പതുക്കെ പോകണം. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. നമ്മളിപ്പോൾ മസ്ജിദ് സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. മസ്ജിദ് സ്റ്റേഷനിൽ അത്യാവശ്യം ആൾ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റേഷനിലോട്ട് കയറി തിരിച്ച് സീറ്റിലോട്ട് പോകും. പിന്നെ സന്ത്രസ് റോഡ് ആകുമ്പോഴേക്കും തിരിച്ചു വരാം. ഇതാണ് മസ്ജിദ് സ്റ്റേഷൻ. ഞാനിപ്പോൾ ലോക്കൽ ട്രെയിനിൽ സീറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം നമ്മൾ ഡോർ പ്ലേറ്റിംഗ് ചെയ്യാനാണ് ഉദ്ദേശം അങ്ങ് വരെ. അപ്പോൾ പിന്നെ നമ്മൾ ഈ സീറ്റ് പിടിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഈ ഗ്രില്ലൊരു ഭയങ്കര ഉപദ്രവമാണ്. ഗ്രില്ലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാമായിരുന്നു. എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഭയങ്കര ഒച്ച ഇതിൻ്റെ ഫാനാണ്, ഭയങ്കര സൗണ്ട് ഫാനാണ്. നമ്മൾ മസ്ജിദിൽ നിന്ന് ജസ്റ്റ് പുറപ്പെട്ടു. അവിടെ ഫ്രണ്ടിൽ ഫ്ലൈ ഓവറിന് മുകളിലോട്ട് ലൈൻ കയറി പോകുന്നത് കാണാം. അത് നമ്മൾ കയറി നമ്മൾ മുകളിൽ പോകും. മുകളിലാണ് നമ്മുടെ സാന്ത്രസ് റോഡ് സ്റ്റേഷൻ ഉള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഈ സമയത്ത് താഴെ കൂടെ ലോക്കലൊന്നും പോയില്ല, ഇല്ലെങ്കിൽ നമുക്ക് നല്ല കാഴ്ച കിട്ടിയാണ്. നമ്മൾ ബേസിക്കലി മെയിൻ ലൈനെ ക്രോസ് ആണ് ചെയ്യുന്നത്. മെയിൻ ലൈനെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് മെയിൻ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് ഡിഫറെൻറ്റ് അലൈൻമെൻറ്റ് വഴിയാണ് ഹാർബർ ലൈൻ പോകുന്നത്. ഹാർബർ ലൈൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ ആദ്യത്തെ ഇലക്ട്രിക് സബർബൻ EME ഓടിയ റൂട്ടാണ് ഹാർബർ ലൈൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സബർബൻ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് സബർബൻ ഇലക്ട്രിക് ട്രെയിൻ. അതിനുമുമ്പ് സ്റ്റീം പൂൾഡ് സബർബൻ ട്രെയിൻ ഉണ്ടായിരുന്നു. ഇലക്ട്രിക് ട്രെയിൻ ആദ്യമായിട്ട് ഓടിയത് ഹാർബർ ലൈനിലായിരുന്നു. ഇതാണ് സാൻഡേഴ്സ് റോഡ് സ്റ്റേഷൻ. സന്ത്രസ് റോഡ് എന്നാണ് ഇവിടെ ലോക്കലി ആൾക്കാർ വിളിക്കുന്നതിന്. ഇതിന് താഴെ കുറേ കോച്ചുകൾ കിടക്കുന്ന കാണുന്നതാണ് വാടി ബന്ദർ യാർഡ്. അപ്പോൾ നമ്മളങ്ങനെ സാൻഡേഴ്സ് റോഡിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ ഗ്യാപ്പിൽ കൂടെ താഴത്തെ മെയിൻ ലൈൻ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പോൾ കറക്റ്റായിട്ട് അവിടെ 3 സ്ത്രീകൾ കയറി നിന്നു. നമ്മൾ സ്ത്രീകളുടെ വീഡിയോ എടുത്തതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ ഒന്നും കാണാൻ പറ്റില്ല. ഇതാണ് വാടി ബന്ദർ യാർഡ്. ഇവിടെയാണ് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളുടെയൊക്കെ മെയിൻ്റനൻസ് നടക്കുന്ന യാർഡാണിത്, വാടി ബന്ദർ യാർഡ്. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പുറത്തെ മസ്ഗാവ് യാർഡ് ഉള്ളത്. ഇത് വാടി ബന്ദർ. ആ കിടക്കുന്നത് ഡെക്കൻ ഒഡീസിയുടെ കോച്ചുകളാണ്. ഡെക്കൻ ഒഡീസിയുടെ കോച്ചുകളാണ്. അത് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തുകയായി. നമ്മുടെ അടുത്ത സ്റ്റേഷൻ ആവുകയും കഴിഞ്ഞു. വളരെ പെട്ടെന്നാണ് എല്ലാം. ഇത് ഡോക്യാർഡ് റോഡാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ബോംബെ വിട്ടിട്ട് കുറേ കാലമില്ല. ഡോക്യാർഡ് റോഡ് തന്നെ.
പെട്ടെന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നാണ് ഇവിടെ. വളരെ നമ്മൾ ഒരു സ്റ്റേഷൻ വിട്ടു അടുത്ത സ്റ്റേഷനിലേക്ക് കയറി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് സമയമൊന്നും കളയാനൊന്നുമില്ല. വളരെ വളരെ പെട്ടെന്നാണ്. ഇത് റേ റോഡ് സ്റ്റേഷനാണിത്. റേ റോഡ്, REAY, റേ റോഡ്. ഇത് മുംബൈ CSMT വന്ന ഹാർബർ ലൈൻ ലോക്കലാണ്. ഹാർബർ ലൈനിലെ എല്ലാ ട്രെയിനുകളും എല്ലാ സ്റ്റേഷനിലും എത്തും. ഇവിടെ ഫാസ്റ്റ് ട്രെയിനിൻ്റെ കൺസെപ്റ്റ് ഇല്ല. ഇവിടെ എല്ലാം സ്ലോ ട്രെയിനാണ്. ഇതാണ് റേ റോഡ്. റേ റോഡിൽ നിന്ന് നമ്മൾ എടുക്കുകയായി. EMUയുടെ പിക്കപ്പ് വേറെ ലെവലാട്ടോ, വേറെ ലെവൽ പിക്കപ്പാണ് EMUസിൻ്റെ. കാര്യം ഒരു ട്രെയിൻ എന്ന് പറയുന്നത് 10,000-2000 പേരാണ് മൂവ് ചെയ്യുന്നത് ഒരൊറ്റ ട്രെയിനിൽ. അതായത് ഒരു കോച്ചിൽ അവർ ഏകദേശം 200 പേരെടുത്ത് കുത്തി നിറയ്ക്കും. അപ്പം ആലോചിച്ച് നോക്കിയാൽ 12 കോച്ചുള്ള ട്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ 2400 യാത്രക്കാരായി. അത്രയും പേരെ വലിച്ചുകൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി വേണമല്ലോ. നമ്മളിപ്പോഴും കുറച്ചുകൂടെ എലിവേറ്റഡ് അലൈൻമെൻറ്റ് തന്നെയാണ്. ഇത് പണ്ട് ബ്രിട്ടീഷുകാർ പണിത അലൈൻമെൻറ്റാണ്. പിന്നെ ഇന്ത്യയിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ബ്രിട്ടീഷുകാർ പണിത അലൈൻമെൻറ്റാണ്. അന്ന് അവരത് എന്താ പറയുന്നത്, ഇലക്ട്രിഫൈ ചെയ്ത് സബർബൻ ട്രെയിൻ ഓടിച്ചു. ഇന്ന് നമ്മൾ സബർബൻ ട്രെയിൻ ഓടിക്കുന്നു എന്നല്ലാണ്ട് ഇതിനകത്ത് വേറെ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ ഹാർബർ ലൈൻ തന്നെയാണ് ഇന്നത്തെ ഹാർബർ ലൈൻ. അതിനിടയ്ക്കിൽ പാലങ്ങളുടെയൊക്കെ മെയിൻ്റനൻസ് നടത്തി പാലങ്ങളൊക്കെ സേഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു എന്നല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇത്രയും കാലമായിട്ട്. അതിനൊരു പുതിയ ഹാർബർ ലൈൻ കോറിഡോർ, ഫാസ്റ്റ് കോറിഡോർ പുതിയതായിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട് കാലം കുറേയായി. ഞാൻ ബോംബെയിലുള്ള കാലം മുതൽ പറയുന്നതാണ്, ഇതുവരെ നടന്നിട്ടില്ല. നമ്മൾ എത്തിയ സ്റ്റേഷൻ വരുന്നത് കോട്ടൺ ഗ്രീൻ. ഭയങ്കര ക്ഷീണം, കാരണം കുറച്ച് കവറേജ് വിൻഡോയിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചു. ഓ മൈ ഗോഡ്, അതൊരു വല്ലാത്ത ഫ്രെയിമായിപ്പോയി. ഇത് ശിവടി സ്റ്റേഷനാണ്. SCWRI, ശിവരി എന്ന് നമ്മൾ വായിക്കും, ശിവടി എന്നാണ് ഇവിടെ വായിക്കുന്നത്. ശിവടി സ്റ്റേഷൻ എന്നത്. ഞാൻ അകത്ത് റെസ്റ്റ് എടുത്ത് വന്നപ്പോഴാണ് ഈ സ്റ്റേഷനിലോട്ട് വന്നത്. ചൂട് കാരണം ഭയങ്കര ക്ഷീണമായിപ്പോയി. അടുത്ത വഡാല റോഡ് ജംഗ്ഷൻ സ്റ്റേഷനാണ്. വഡാല റോഡ് ജംഗ്ഷൻ അല്ല, അത് കഴിഞ്ഞ റൗളി ആണ് ജംഗ്ഷൻ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ട്രാക്ക് മുംബൈ പോർട്ടിൻ്റെ ട്രാക്കുകളാണ്. പോർട്ടിലോട്ട് ഗുഡ്സ് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ട്രാക്കാണ്. വഡാലയിൽ ഒരു ഫ്രൈറ്റ് യാർഡുണ്ട്. ആ യാർഡിൽ നിന്ന് ഈ ട്രാക്ക് വഴിയാണ് ഗുഡ്സ് കൊണ്ടുവന്നത്. റൈറ്റിലോട്ട് ഒരു എക്സ്റ്റെൻസീവ് യാർഡ് നെറ്റ്വർക്ക് കാണാം. ഹാർബർ ലൈനിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷൻ ആണ് വഡാല റോഡ്. 4 പ്ലാറ്റ്ഫോം ഉണ്ട്. ബാക്കി എല്ലാ സ്റ്റേഷനിലും 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. നമ്മൾ വഡാല റോഡ് എത്തുന്നു. വലിയ യാർഡൊക്കെ കാണാം. ഉണ്ട്, ഇവിടെ 4 പ്ലാറ്റ്ഫോം ഉണ്ട്.
കിടക്കുന്ന ട്രെയിൻ പൻവേലി പോകാൻ കിടക്കുകയാണ്. ഇത് നമ്മുടെ പുറകെ പോകുള്ളൂ. ഇത് ആക്ച്വലി അന്തേരി സൈഡിൽ നിന്ന് വല്ലതും വന്നായിരിക്കും. ഗോരേഗാവിൽ നിന്ന് അന്തേരിയിൽ നിന്ന് വല്ലതും വന്ന ട്രെയിനായിരിക്കും. ഇതിവിടെ വന്ന് റിവേഴ്സ് ചെയ്തിട്ട് പൻവേലിലേക്ക് പോയി. നമ്മുടെ പുറകെ പോകുള്ളൂ ഇവൻ. നമ്മളങ്ങനെ വടലയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലൈ ഓവർ കാണാം. കണ്ടോ, ഇവിടെ ഒരു ഫ്ലൈ ഓവർ കാണുന്നില്ലേ? ഈ ഫ്ലൈ ഓവർ ബാന്ദ്ര സൈഡിൽ നിന്ന്, അതായത് ബാന്ദ്ര ഗോരേഗാവ് ആ സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനുകൾക്ക് ടുവേർഡ്സ് വടല വരാനുള്ളതാണ് ഈ ഫ്ലൈ ഓവർ. ഈ സ്ഥലത്തിൻ്റെ പേര് റൗളി ജംഗ്ഷൻ ആണ്. ഇവിടെ ഒരു സ്റ്റേഷനില്ല. ഇതാ മുകളിൽ നിന്ന് ഒരു ലോക്കൽ വരുന്നുണ്ടോ, അത് ബാന്ദ്ര സൈഡിൽ നിന്ന്, ബാന്ദ്ര അന്തേരി ഗോരേഗാവ് അങ്ങനെ വല്ലതും ആയിരിക്കും. അത് അവിടെ നിന്ന് വരുന്ന ലോക്കലാണ് ആ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പൻവേൽ ലോക്കൽ ഇങ്ങനെ വന്നതായിരിക്കും. നമ്മൾ ലൈൻസ് കടക്കുന്നു. നമ്മളിപ്പോൾ ടുവേർഡ്സ് പൻവേലുള്ള ലൈനിലേക്ക് കയറി. ഇതാണ് ബാന്ദ്ര സൈഡിലോട്ട് പോകുന്ന ലൈൻ, ലെഫ്റ്റ് സൈഡിലുള്ള ലൈൻ. അത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞങ്ങ് പോകും. നല്ല ചെക്കിങ്. അതാ ടി ഇപ്പോൾ നമ്മുടെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ലെഫ്റ്റിൽ പോകുന്നതാണ് ബാന്ദ്രയ്ക്ക് പോകുന്ന ലൈൻ. അവിടെ നിന്ന് ഫ്ലൈ ഓവർ പൊങ്ങി പോകുന്നുണ്ടോ, അത് നമ്മൾ നേരത്തെ കണ്ട ഫ്ലൈ ഓവർ തന്നെയാണത്. നമുക്കിനി ഒരു 2-3 സ്റ്റേഷൻ കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആ സീറ്റ് അങ്ങ് വിട്ടു. നമുക്കിവിടെ നിന്ന് തന്നെ ബാക്കി പോകാൻ പറ്റില്ല. ലഗേജ് അവിടെ ഷെൽഫിലിരിപ്പുണ്ട്. നമ്മൾ കയറുന്ന സ്റ്റേഷനാണ് ചുന്നാഭട്ടി. സോറി, ഇത് ഗുരു തേജ് ബഹാദൂർ നഗറാണ്, ചുനാഭട്ടി അല്ലത്. GTV നഗറാണ്. ഇത് അടുത്താണ് ചുനാഭട്ടി. ഇത് ഗുരു തേജ് ബഹാദൂർ നഗറാണ്. GTB നഗർ സ്റ്റേഷനായിരുന്നു ഇത്. അടുത്താണ് ചുനാഭട്ടി. ചുനാഭട്ടി കഴിഞ്ഞാൽ കുർള. I experienced an acceleration. Hi. മുംബൈ 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 മേരി ജാൻ. കണ്ടോ, ഇതാണ് ബോംബെയുടെ റിയാലിറ്റി.
ചുനാഭട്ടി സ്റ്റേഷനിലേക്ക് എത്തി. ഇനി പതുക്കെ അതിൻ്റെ ബാഗൊക്കെ എടുക്കാം. അടുത്ത കുർള കഴിഞ്ഞാൽ തിലക് നഗറാണ്. അങ്ങനെ ചുനാഭട്ടിയിൽ നിന്ന് പുറപ്പെട്ടു. ചുനാഭട്ടി എന്ന് പുറപ്പെട്ടു. അടുത്ത കുർളയാണ്. കുർളയിൽ നമ്മൾ മെയിൻ ലൈനിനെ കണ്ടുമുട്ടും. പക്ഷെ മെയിൻ ലൈനിലേക്ക് കയറില്ല, മെയിൻ ലൈനെ കണ്ടുമുട്ടും എന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് മെയിൻ ലൈന്. ആ ലെഫ്റ്റ് കാണുന്നതൊക്കെ മെയിൻ ലൈൻ ട്രാക്കുകളാണ്. നമ്മൾ ഹാർബർ ലൈനിൽ തന്നെയാണ്. നമ്മളങ്ങനെ കുർള സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 7ലേക്ക് എത്തുകയാണ്. ഈ പ്ലാറ്റ്ഫോം 7ഉം ഈ ചാനലിൻ്റെ പേര് വരുന്നതിലൊരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ഇവിടെ റൈറ്റ് സൈഡിലൊരു റാമ്പിൻ്റെ കൺസ്ട്രക്ഷൻ കാണാൻ പറ്റും. അത് ശരിക്കും ഹാർബർ ലൈനിന് വേണ്ടി എലിവേറ്റഡ് സ്റ്റേഷൻ്റെ കൺസ്ട്രക്ഷൻ ആയിരുന്നു. പണി ചത്തിടക്കുകയാണ്. ഇതാണ് കുർള സ്റ്റേഷൻ. ഇവിടെ നല്ല തിരക്ക് കയറുകയാണ്. ഞാൻ പതുക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് കയറി നിൽക്കാൻ പോകണം. അടുത്തതിൽ നമുക്ക് എന്തായാലും ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ഇറങ്ങേണ്ടത്. ഇതാണ് പ്ലാറ്റ്ഫോം 7 കുർള. തിരക്കുണ്ടല്ലോ ഇവിടുത്തെ. ഞാൻ ലെഫ്റ്റായിട്ട് കയറി നിൽക്കാം. അപ്പോൾ നമ്മൾ കുർളയിൽ നിന്ന് പുറപ്പെട്ടു. പ്ലാറ്റ്ഫോം 6 ആണ് കുർളയുടെ ഈ കാണുന്നത്. ഇത് മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമാണ്. മെയിൻ ലൈൻ ഫാസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. തിലക് നഗറിൻ്റെ പ്ലാറ്റ്ഫോം ഈ സൈഡിൽ വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ദൂരം വരുന്നത്. ഇവിടെയൊക്കെ തിരക്കുണ്ട്. ഇന്നൊരു അവധി ദിവസം ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമോ? അവധി ദിവസങ്ങളും ബോംബെയിൽ തിരക്കാണ്. ഇത് ആക്ച്വലി പെരുന്നാൾ ആഘോഷിക്കാനൊക്കെ വേണ്ടി പോകുന്ന പിള്ളേരും അങ്ങനത്തെ ഒരു തിരക്കാണിത്. ഇതാണ് കുർളയുടെ മെയിൻ ലൈൻസ്. അങ്ങ് അവിടെ യാർഡിലൊരു ലോക്കൽ ട്രെയിൻ കിടക്കുന്നുണ്ടോ? ആ ലോക്കൽ ട്രെയിൻ വെട്ടിമുറിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചോ? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ വേസ്റ്റ് എടുക്കാൻ പോകുന്ന ട്രെയിനാണത്. മക് സ്പെഷ്യൽ എന്ന് പറയും. ട്രാക്ക് സൈഡിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ട്രെയിനാണത്. അതുകൊണ്ടാണ് അതിങ്ങനെ വെട്ടി പൊളിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് മുംബൈയുടെ മക് സ്പെഷ്യൽ EMU. രാത്രിയാകുമ്പോൾ വേസ്റ്റ് കളക്ട് ചെയ്യാൻ പോകുവരും. അപ്പോൾ നമ്മളങ്ങനെ ഹാർബർ ലൈനിലോട്ടങ്ങ് കയറി. മെയിൻ ലൈൻസ് നേരെ പോയി നമ്മൾ ഹാർബർ ലൈനിൽ തന്നെ തുടരുകയാണ്. ഇനി വരുന്ന സ്റ്റേഷനാണ് തിലക് നഗർ. അവിടെ ഞാൻ ഇറങ്ങും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പുതിയൊരു ട്രാക്ക് ലേ ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി മറ്റേ എലിവേറ്റഡ് കുർള സ്റ്റേഷന് വേണ്ടിയുള്ളതാണ്. ഈ നടന്നു പോകുന്ന തിരക്കൂത്തൻ ലോക്മാന്യ തിലക് ടെർമിനസിലോട്ട് പോകുന്ന തിരക്കാട്ടോ. നമ്മളും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ തിലക് നഗർ സ്റ്റേഷൻ നടന്നു പോകുന്ന ഒരു പാത്ത് വേ ഉണ്ട്. ആ പാത്ത് വഴി പോയാൽ മതി. ഞാൻ ആ പാത്ത് വേ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഈ കാണുന്ന പാത്ത് വേണം. ഈ കാണുന്ന നടപ്പാതയില്ലേ, ഈ നടപ്പാത വഴി നേരെ പോയി കഴിഞ്ഞാൽ LTT അഥവാ ലോക്മാന്യ തിലക് ടെർമിനസിൽ നമ്മൾ എത്തും. അപ്പോൾ തിലക് നഗർ എത്തി. നമുക്കിനി ഇവിടെ ഇറങ്ങാം. ബാഗുള്ളതുകൊണ്ട് ചാടി ഇറങ്ങാനും പറ്റില്ല. ട്രെയിൻ നിർത്തിയിട്ട് തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് തിലക് നഗർ സ്റ്റേഷൻ. ഇതാണ് നമ്മൾ വന്ന ട്രെയിന്. നമ്മൾ ട്രെയിനിൽ വന്നിട്ട് നമ്മൾ വന്ന അതേ ഡയറക്ഷനിൽ ഇവിടെയും TT ഉണ്ടല്ലോ. ഇവിടെയും TT ഉണ്ടല്ലോ. ഇവിടെയും TT ഉണ്ട്. ആൾക്കാരെ പിടിക്കുന്നുണ്ട്. ടിക്കറ്റ്ലെസ് യാത്രക്കാരെ പിടിക്കുന്നതാണ്. അപ്പോൾ ട്രെയിൻ വന്ന് ഇറങ്ങിയിട്ട് ട്രെയിൻ വന്ന ഡയറക്ഷനിൽ, അതായത് നമ്മൾ പുറകോട്ട് റിവേഴ്സ് ഡയറക്ഷനോട്ട് നടക്കുക. റിവേഴ്സ് ഡയറക്ഷനോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലോക്മാന്യ തിലക് ടെർമിനസിലോട്ട് പോകാനുള്ള പാത്ത് വേ കാണാൻ പറ്റും. അതുവഴി നടന്ന് ഫുട് ഓവർ കയറരുത്. ഫുട് ഓവർ താഴെ കൂടെ പോകണം. അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ കുർള ടെർമിനസ്, അതായത് ലോക്മാന്യ തിലക് ടെർമിനസിൽ ഇപ്പോൾ ഇറങ്ങാം. പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്തെത്തി കഴിഞ്ഞാൽ ഈ പാത്ത് വേ കാണാം. ഈ പാത്ത് വേ വഴി നടക്കുക. ഈ പാത്ത് വഴി നേരെ നടക്കുക. പാത്ത് വഴി നേരെ നടക്കുമ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് വീട്ടിൽ ലോക്മാന്യ തിലക് ടെർമിനസ് എന്നും. അവിടെ അതുപോലെ ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്.
പാത്ത് വേ കൂടെ നടക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, തിരക്കുണ്ടാവും. 2, നല്ല കച്ചറ ഉണ്ടാവും. അപ്പോൾ തീരെ വൃത്തിഹീനമായ ഒരു പാത്ത് വേ ആണ്. അതുപോലെ ചില സമയത്ത് നല്ല തിരക്കുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കുക. അതായത് ഫോണ്, പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതാ ബോർഡുണ്ട്, വേ ടു ലോക്മാന്യ തിലക് ടെർമിനസ്. ഈ വഴി കൂടെ അങ്ങനെ നടക്കുക. കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ, അല്ലാണ്ട് തൊട്ടടുത്തൊന്നുമല്ല. കുറച്ച് ദൂരം നടക്കാനുണ്ട്. നല്ല ലഗേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേഷനിലൊന്ന് ഇരുന്ന് ഒന്ന് എന്താ പറയുക, ക്ഷീണമൊക്കെ മാറ്റി സമാധാനമായിട്ട് ഇറങ്ങിയിട്ട് നടന്നാൽ മതി. കാര്യം കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഞാൻ കുർളയിൽ നിന്ന് ആൾക്കാർ നടന്നു വരുന്നു എന്ന് പറഞ്ഞ പാത്താണ് ആ ദൂരെ കാണുന്നത്. ആൾക്കാർ നടക്കുന്ന കാണാം. അത് കുർള സ്റ്റേഷൻ നടന്നു വരുന്ന വഴിയാണ്. നമുക്കിങ്ങനെ തന്നെ നടക്കും. നമുക്കിങ്ങനെ തന്നെ നടന്ന ഫുൾ ദൂരം ഷെൽട്ടറുണ്ട്. ഈ ഷെൽട്ടറിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് ആ പാലത്തിനടിയിൽ കൂടെ കയറി അപ്പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുർള ടെർമിനസ്, ലോക്മാന്യ തിലക് ടെർമിനസായി. ഈ ലോക്മാന്യ തിലക് ടെർമിനസിൻ്റെ പഴയ പേരാണ് കുർള ടെർമിനസ്. എനിക്ക് ആ പേര് എപ്പോഴും വായിൽ വരുള്ളൂ. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഡ്രെയിനേജിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കച്ചറയാണ്. 2 സൈഡിലും കച്ചറയാണ്. വൃത്തികെട്ടൊരു ഏരിയയാണിത്. ഞാൻ പറഞ്ഞത് വൃത്തികേടിൻ്റെ അയ്യരുകളിയാണ്. അത് കൂടാതെ ആൾക്കാർ പ്രാഥമിക കർമ്മങ്ങൾ ഇതിനിടയ്ക്ക് നിർവഹിക്കും. അപ്പോൾ സൈഡിലൊന്നും പോരുത്, നടുക്ക് കൂടെ നടന്നു പോവുക. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ നിന്ന് ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ അങ്ങോട്ടൊക്കെയുള്ള ട്രെയിനുകൾ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റേഷനാണ്. നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ ബംഗാളികളെ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റേഷനാണിത്. അപ്പോൾ അതിൻ്റേതായ വൃത്തി ഈ സ്റ്റേഷനുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ സാധാരണഗതിയിൽ. ഇന്നും നല്ല തിരക്കുണ്ട്, അടിപൊളി തിരക്കാണ്. ഈ തിരക്കിനിടയിൽ കൂടെ ഒക്കെ വേണം നമ്മൾ വകഞ്ഞ് നടന്നു പോകാൻ. നമുക്ക് കുറച്ച് ദൂരം നടക്കണം സ്റ്റേഷൻ ബിൽഡിങ്ങിലെത്താൻ. ഇവിടെ ഇങ്ങനെ അകത്തുകൂടെ കയറി പോകാൻ വഴിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ലോക്മാന്യ തിലക് ടെർമിനസിൻ്റെ പഴയ കോൺകോഴ്സ്. നമുക്ക് പോകുന്ന ട്രെയിനിയുടെ പ്ലാറ്റ്ഫോം 4 കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ വെച്ച് ക്ലോസ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക, സൂപ്പർ താങ്ക്സ് വാങ്ങുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസൊക്കെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you later in another video. Until then, bye-bye. ഇത് ലോക്മാന്യ തിലക് ടെർമിനസ്. നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെ ഭാഷ പറഞ്ഞാൽ ലോകമാന്യ തിലക് സ്റ്റേഷൻ. നമുക്ക് ഈ ലോകമാന്യ തിലക് സ്റ്റേഷനിൽ ഒരു റിട്ടയറിംഗ് റൂം, ഡോർമിറ്ററി, പോഡ് സൗകര്യം വന്നിട്ടുണ്ട് പുതുതായിട്ട്. ആ പോഡ് സൗകര്യം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ.